മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേഘനാണെങ്കിൽ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യം വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട്. വാമദേവനാണെങ്കിൽ പറയുന്നുണ്ട്, നീ ഇനി ഇങ്ങനെയൊന്നും നടന്നിട്ട് കാര്യമില്ല, നീ നിൻ്റെ ജീവിതം സന്തോഷകരമായിട്ട് പോകണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ ജീവിക്കണമെന്നെല്ലാം പറയുമ്പോഴേക്കും എനിക്കുണ്ടായ നഷ്ടത്തിൻ്റെ പരിഹാരം കാണുന്നത് വരെ ഞാൻ ഈ ശൈലി തുടരുമെന്ന് പറയുമ്പോൾ, തുടർന്നോ നീ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടാൽ മതി എന്നെല്ലാം വാമദേവനാണെങ്കിൽ പറയുന്നത് കേട്ട് മേഘനാഥനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേക്കും സീമന്തിന് പറയുന്നുണ്ട്, ഇവളുടെ കാര്യമാണ് എനിക്കിപ്പോൾ ആദ്യം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വിടാനുണ്ടെന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെയാണ് ഇവൻ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നതെന്നെല്ലാം പറയുമ്പോഴേക്കും ഇവളല്ലേ ഇവളുടെ ജീവിതം നശിപ്പിച്ചത്, ആ കണ്ണനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ സന്തോഷകരമായിട്ട് ഇവൾക്ക് ജീവിച്ചു കൂടെയായിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. വാമദേവനും മേഘനാഥനും അപ്പോഴേക്കും നീ അമ്മയുടെ അടുത്ത് നിന്നും എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പാടെ ജയിലിലോട്ട് പോകാനുള്ള കാര്യങ്ങൾ നോക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ വാമദേവൻ അകത്തോട്ട് പോകുന്നുണ്ട്. പിന്നീട് മലയ്ക്ക് പോകാൻ വേണ്ടി മാലയിടാൻ വന്ന സാഗറും മഞ്ജുവാണെങ്കിൽ ആദ്യം തന്നെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആദ്യം കാണുന്നത് ദുർഗയും കരുണയുമാണ്. ഇത് കാണുമ്പോഴേക്കും ആകെ വിഷമിക്കുന്നുണ്ട്. നമ്മുടെ മഞ്ജു പറയുന്നുണ്ട്, മാലയിട്ടതിന് ശേഷം ആരെ കാണണ്ട എന്ന് വിചാരിച്ചു, അവരെ തന്നെയാണല്ലോ ദൈവമേ കണ്ടത്, ഇനി എന്തെല്ലാം വർത്തമാനം അവരുടെ വായിൽ നിന്ന് ഞാൻ കേൾക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി എന്തിനാണ് അമ്മേ നമ്മൾ അമ്പലത്തിലോട്ട് വരേണ്ട ആവശ്യമുണ്ടായിരുന്നത്, ഇപ്പോൾ കാണണ്ടാത്ത കാര്യങ്ങളൊക്കെയല്ലേ കണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും മഞ്ജുവും പറയുന്നുണ്ട്, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളതെന്നെല്ലാം പറയുമ്പോഴേക്കും ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ദുർഗ പറയുന്നുണ്ട്, നിൻ്റെ കൂടെയുള്ള ഇവൻ്റെ ജീവിതം അവന് മടുത്തു കഴിയുമ്പോഴേക്കും അവൻ പാടെ നിന്നെ തേച്ചിട്ട് പോകുമെന്നും അതുകൊണ്ട് നീ ഇനി ഏതെങ്കിലും റെയിൽപാളത്തിൽ പോയി തല കാണിക്കുന്നത് നല്ലതെന്നൊക്കെ പറയുമ്പോഴേക്കും ഇത് കേട്ട് പറയുന്നുണ്ട് നമ്മുടെ കരുണ, അതെ ശരി തന്നെയാണ്, ഇവൻ നിന്നെ തേച്ചിട്ട് പോകുമെന്നൊക്കെ പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, എൻ്റെ ഏട്ടനാണെങ്കിലും എൻ്റെ ഏട്ടനും നിങ്ങളെ തേച്ചിട്ട് പോകാതെ നോക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. നിൻ്റെ ഏട്ടൻ എന്നെ ഇട്ടിട്ട് പോയാൽ എനിക്ക് പോകാൻ നല്ല ഒന്നാന്തരം വീടുണ്ടെന്നൊക്കെ പറയുമ്പോൾ കരുണയോടായിട്ട് പറയുന്നുണ്ട്, എന്നാലേ സാഗരേട്ടൻ എന്നെ ഇട്ടിട്ട് പോയാൽ എനിക്കും പോകാൻ എൻ്റെ കണ്ണേട്ടൻ്റെ വീടുണ്ടെന്ന് മഞ്ജു തിരിച്ചു പറയുന്നത് കേൾക്കുമ്പോഴേക്കും ദുർഗയ്ക്കും കരുണയ്ക്കുമാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് ജയിലിൽ നിന്നും ഇറങ്ങിയ മേഘനാഥനെ കാണാനായിട്ട് മാർക്കോയും ലോപ്പസും കൂടെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ മാർക്കോനെ ലോപ്പസിനെയും കാണുമ്പോഴേക്കും മേഘനാഥനാണെങ്കിൽ ആകെ ഒന്ന് ഞെട്ടുന്നുണ്ട്. നീ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്ന് അറിഞ്ഞിട്ട് തന്നെ നിന്നെ കാണാൻ വന്നതാണെന്നൊക്കെ മാർക്കോ പറയുമ്പോൾ, ഇനി നിൻ്റെ അടുത്ത പരിപാടി എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മേഘനാഥനാണെങ്കിൽ ആകെ ഒരു സ്തംഭിച്ച പോലെ നിൽക്കുകയാണ്. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട്, നിൻ്റെ പുതിയ പരിപാടികളിൽ നിന്ന് നീ ഇറക്കണ്ട, നിനക്കിടക്കിടക്ക് ഞങ്ങൾ ഇങ്ങനത്തെ ഷോക്ക് തന്നുകൊണ്ടിരിക്കും, അതുകൊണ്ട് ആ സാഗറിനെയും മഞ്ജുവിൻ്റെയും അടുത്ത് പോയി നീ വലിയ നിൻ്റെ സാഹസങ്ങളൊന്നും കാണിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി നീ പഴയതുപോലെ തന്നെ അവരോട് പെരുമാറാനാണ് നീ വിചാരിക്കുന്നതെങ്കിൽ അതൊന്നും നടപ്പില്ല മേഘ, അതൊന്നും നിൻ്റെ മനസ്സിലിരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേഘനാഥനെ ഒന്ന് വിറപ്പിച്ച് നിർത്തുന്നുണ്ട് മാർക്കോ. പിന്നീട് കമലേശ്വരത്ത് എത്തുന്നുണ്ട് മേഘനാഥൻ. അങ്ങനെ അവിടെ എത്തുമ്പോഴേക്കും അവിടെ കെട്ടിവെച്ചിരിക്കുന്ന പന്തലെല്ലാം കാണുമ്പോഴേക്കും ആകെ ദേഷ്യം വരുന്നുണ്ട് മേഘനാഥന്. ഇനി ഇതിൻ്റെ കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ, ഈ കാലും കയ്യും ഇല്ലാത്തവൻ എങ്ങനെ മലയ്ക്ക് കയറാനാണെന്നെല്ലാം പുച്ഛിച്ചുകൊണ്ട് തന്നെ മേഘനാഥൻ അകത്തോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ അകത്തോട്ട് കയറി ചെന്ന മേഘനാഥനെ ആണെങ്കിൽ കണ്ണനും മഹാലക്ഷ്മിയും കാണുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, നിന്നോട് ആരാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, നിനക്ക് എന്തെൻ്റെ അവകാശം ഇങ്ങോട്ട് വരാൻ എന്നെല്ലാം ചോദിക്കുമ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല, ഇവനെ എത്രയും പെട്ടെന്ന് ഇവിടെ നടിച്ചിറക്കണം കണ്ണേട്ടാ എന്നെല്ലാം പറയുമ്പോഴേക്കും നിൻ്റെ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റും എനിക്ക് വേണ്ടടി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മേഘനാഥൻ ചാടിക്കയറുന്നുണ്ട് മഹാലക്ഷ്മിയുടെ അടുത്തോട്ട്. അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, നിനക്കിവിടെ കയറണമെന്നുണ്ടെങ്കിൽ ഇയാളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണം, എന്നാൽ മാത്രമേ അതിനുള്ളൊരു അവകാശം നിനക്കുണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോഴേക്കും ഇത് കേട്ടാകെ ഞെട്ടിത്തരിച്ച് പോകുന്നുണ്ട് നമ്മുടെ മേഘൻ. ഇപ്പോൾ ഇയാൾക്കാണ് ഈ വീടിൻ്റെ പൂർണ്ണ അവകാശം, ഇയാൾ പറയുന്നവരല്ലാതെ ഈ വീടിനകത്ത് കയറേണ്ട ആവശ്യം ആർക്കുമില്ല, അതെപ്പോഴും നിൻ്റെ മനസ്സിലിരിക്കണമെന്നെല്ലാം മേഘനോടായിട്ട് കണ്ണൻ പറയുന്നത് കേൾക്കുമ്പോഴേക്കും മേഘനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കേട്ട് വിജയഭാവത്തോടുകൂടി തന്നെ മേഘനെ നോക്കുകയാണ് മഹാലക്ഷ്മി. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.